الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. حديث عبد الله بن مسعود رضي الله عنه. സഹാബിയായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. ഖാല, അദ്ദേഹം പറഞ്ഞു, സഅൽതു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യു ദംബ് അഅ്ലമു ഇൻദല്ലാഹ്. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. സഅൽതു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബിയോട് ചോദിച്ചു, അയ്യുദ്ദംബി അഅ്ലമു ഇൻദല്ലാഹ്, അല്ലാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും വലിയ ദോഷം ഏതാണ്, ഏറ്റവും വലിയ കുറ്റം ഏതാണ് എന്ന് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. ആ സമയത്ത് ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അതാണ് ഏറ്റവും വലിയ കുറ്റം. ഇതുവരെ നമ്മൾ പറഞ്ഞത്, കഴിഞ്ഞ ഹദീസുകളിലൊക്കെ പറഞ്ഞത്, ഏറ്റവും ശ്രേഷ്ഠമായ അമൽ ഏതാണ് എന്നതാണ്. ഈ പറയാൻ പോകുന്നത് ഏറ്റവും കഠിനമായ കുറ്റം ഏതാണ്. രണ്ട് കാര്യങ്ങളാണല്ലോ. ഒന്ന് അമൽ ചെയ്യുക, അല്ലാഹു തആലയുടെ കൽപ്പന അനുസരിച്ച് ജീവിക്കുക. മറ്റൊന്ന് അല്ലാഹുവിൻ്റെ വിരോധന, അല്ലാഹു എന്താണോ വിരോധിച്ചത്, വനഹിയുൻ അനിൽ മുൻകർ, ആ വിരോധനയിൽ നിന്ന് മാറി നിൽക്കുക, തെറ്റിൽ നിന്ന് മാറി നിൽക്കുക. ഏറ്റവും നല്ല ശ്രേഷ്ഠമായ അമൽ ഏതാണ് എന്ന് പഠിപ്പിച്ച പ്രവാചകൻ തന്നെയാണ് ഏറ്റവും മോശപ്പെട്ട ദോഷം ഏതാണ് എന്ന് പഠിപ്പിക്കുന്നത്. ഏറ്റവും വലിയ ദോഷം, ഏറ്റവും വലിയ കുറ്റം അല്ലാഹുവിൽ മറ്റൊരാളെ പങ്കു ചേർക്കലാണ്. നിദ്ദൻ എന്ന് പറഞ്ഞാൽ മസലൻ വനളീറ, തുല്യനെ ഉണ്ടാക്കുക, പടച്ചവന് സമാനമായി മറ്റൊരാളെ കാണുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കുറ്റം. അല്ലാഹുവിന് സമാനമായി അല്ലാഹു മാത്രമേ ഉള്ളൂ. അല്ലാഹുവിന് സമമായി മറ്റ് ഒരാളെയും കാണാൻ പാടില്ല. സഹായിക്കുന്നവനായി, സംരക്ഷിക്കുന്നവനായി, വിളിച്ചു ചോദിക്കുന്നവനായി, തേടുന്നവനായി അല്ലാഹുവിന് പകരമായി മറ്റൊരാളെയും കാണാൻ പാടുള്ളതല്ല. അങ്ങനെ ഒരാൾ കണ്ടാൽ അതാണ് ഏറ്റവും വലിയ കുറ്റം. എന്തുകൊണ്ടെന്നാൽ വഹുവ ഖലഖക, അല്ലാഹുവാണ് നിന്നെ സൃഷ്ടിച്ചവൻ. അപ്പോൾ അഅ്ലമു ഇൻദല്ലാഹി അയ്യു ദംബി അഅ്ലമു ഇൻദല്ലാഹ്, അല്ലാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും വലിയ കുറ്റകരമായ കാര്യം അല്ലാഹുവിൽ പങ്കു ചേർക്കലാണ്, അല്ലാഹുവിന് തുല്യനായി മറ്റൊരാളെ കാണലാണ്. അത് ആരായാലും കാണാൻ പാടില്ല. മുഹീദ്ദീൻ ശൈഖിനെ കാണാൻ പാടില്ല. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ പാടില്ല. മറ്റൊരു സൃഷ്ടിചരാചരങ്ങളെയും കാണാൻ പാടില്ല. ഒരു ഖബറിൽ കിടക്കുന്ന ഒരു മഹാനെയും കാണാൻ പാടില്ല. അങ്ങനെ കാണുന്നില്ല, അങ്ങനെ കാണാൻ പാടില്ല, അങ്ങനെ കാണുന്നില്ല. അങ്ങനെ ഒരാൾ, ഒരു വിശ്വാസിക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. മുഹീദ്ദീൻ ശൈഖിനോടുള്ള ബഹുമാനം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ബഹുമാനം അതൊക്കെയുണ്ട്. പക്ഷേ അല്ലാഹുവിന് സമാനമായി അവരെ കാണാൻ പാടില്ല. അങ്ങനെ ഒരു വിശ്വാസം കാണുകയുമില്ല. എന്തുകൊണ്ടെന്നാൽ വഹുവ ഖലഖക, അല്ലാഹുവാണ് നമ്മെ സൃഷ്ടിച്ചത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയല്ല, മുഹീദ്ദീൻ ശൈഖല്ല, മഖ്ബറകളിൽ അന്ത്യവിശ്രമം ചെയ്യുന്ന മഹാന്മാരായ ഔലിയാക്കളല്ല, അമ്പിയാക്കളല്ല നമ്മെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന് സമാനമായി ഒരാളെയും നിങ്ങൾ കാണരുത്. അതാണ്, അങ്ങനെ കാണുക എന്നാൽ അതാണ് ഏറ്റവും വലിയ ദോഷം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ പറഞ്ഞു, ഇന്ന ദാലികൽ അലീം,
ശരിയാണ് നബിയെ, അത് വല്ലാത്തൊരു കുറ്റം തന്നെയാണ്. എന്നിട്ടോ കുൽത്തു, ഞാൻ ചോദിച്ചു, സുമ്മായി, രണ്ടാമത്തെ ദോഷം ഏതാണ്, രണ്ടാമത്തെ വലിയ പാപം ഏതാണ് എന്ന് ഞാൻ ചോദിച്ച സമയത്ത് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വഅൻ തഖ്തുല വലദക, സ്വന്തം കുഞ്ഞിനെ കൊന്നുകളയലാണ്. എന്തെങ്കിലും കാരണം പറഞ്ഞു സ്വന്തം മകനെ മകളെ കൊല്ലുക, അതത്രമേൽ കുറ്റകരമായ കാര്യമാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ജനിച്ചു പോയത് പെൺകുഞ്ഞാണെങ്കിൽ കൊല്ലുക എന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ഈ കാലഘട്ടത്തിലും അങ്ങനെ ദുരഭിമാന കൊലകൾ നടക്കും. പെണ്ണ് തന്നെ പ്രസവിക്കപ്പെടുമ്പോ ആ പെണ്ണിനെ കൊന്നുകളയാം, ആണ് തന്നെ പ്രസവിക്കപ്പെടുമ്പോ ആണിനെ കൊന്നുകളയാം, ആഗ്രഹിച്ചതുപോലെ മക്കളെ കിട്ടാതാകുമ്പോ മക്കളെ കൊന്നുകളയാം, പ്രേമിച്ച കാമുകന്റെ കൂടെ പോകാൻ വേണ്ടി മക്കളെ കൊന്നുകളയുക, അല്ലെങ്കിൽ അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടു കുട്ടി പറക്കുമ്പോൾ ആ കുട്ടിയെ മാനഹാനി ഭയന്നുകൊണ്ട് കൊന്നുകളയുക. ഇങ്ങനെ പ്രസവിച്ച കുട്ടിയെ കൊന്നുകളയുക, ജന്മം നൽകിയ കുട്ടിയെ കൊന്നുകളയുക എന്നുള്ളതാണ് അടുത്ത ഏറ്റവും വലിയ പാപമെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഇവിടെ തഖാഫു അൻ യത്അമ മഅക എന്നൊരു കാരണം നബി തങ്ങൾ പറയുന്നുണ്ട്. അഥവാ നിന്റെ കൂടെ ചേർത്ത് നിർത്താൻ സാധിക്കാത്തത് കാരണമായി, ഭക്ഷണം കൊടുക്കാൻ സാധിക്കാത്തത് കാരണമായി, അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കേണ്ടി വരുമോ എന്നത് ഭയന്നത് കാരണമായി, അല്ലെങ്കിൽ നിന്റെ കൂടെ പോറ്റേണ്ടി വരുമോ എന്നത് കാരണമായി, എന്തെങ്കിലും കാരണം പറഞ്ഞ് സ്വന്തം മക്കളെ കൊല്ലുക, അതാണ് രണ്ടാമത്തെ കുറ്റം. ഖുൽതു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, സുമ്മായി, പിന്നെ ഏതാണ്? ആ സമയത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൻതുസാനിയ ഹലീലത ജാരിക, വ്യഭിചരിക്കലാണ്. ഏത് വ്യഭിചാരം? എല്ലാ വ്യഭിചാരവുമാണ്, പ്രത്യേകിച്ച് ഹലീലത ജാരിക, നിന്റെ അയൽവാസിയുടെ ഭാര്യയെ എന്ന് പറഞ്ഞാൽ നാമുമായി ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള ഒരു വ്യക്തിയുടെ സ്വന്തക്കാരിയെ, അത് ചൂഷണം ചെയ്യലാണ്. നമ്മോടുള്ള പരിചയം, കുടുംബ ബന്ധം, അയൽപക്ക ബന്ധം, അതൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് എൻ്റെ സ്വന്തം സുഹൃത്തിനെ, സഹോദരനെ, പ്രിയപ്പെട്ടവനെ വഞ്ചിക്കുന്ന രൂപത്തിൽ പ്രിയപ്പെട്ട ആളുകളുടെ കുടുംബത്തിൽപ്പെട്ട വീട്ടിൽ ഉള്ള സ്ത്രീയെ വിഭജിക്കുക എന്നുള്ളത് അത്രമേൽ കുറ്റകരമായ ഒരു കാര്യമാണ്. 3 കാര്യങ്ങളാണ് വലിയ ദോഷമായി. അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും കഠിനമായ കുറ്റമായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. ഒന്ന്, അള്ളാഹുവിൽ പങ്കു ചേർക്കുക. രണ്ടാമത്, സ്വന്തം മക്കളെ കൊന്നുകളയുക. മൂന്നാമത്, വിശ്വസ്തരായ ആളുകളുടെ മക്കളെ, നാമുമായി കൂടുതൽ ബന്ധപ്പെടുന്ന ആ വിശ്വസ്തത കൂടുതൽ വെച്ച് പുലർത്തേണ്ട ആളുകളുടെ ഭാര്യമാരെ, സഹോദരിമാരെ, പെങ്ങന്മാരെ വ്യഭിചരിക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതും കേട്ടതുമായ കാര്യം നാഫിയായ ഇൽമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.